മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ തെരുവുനായയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾക്ക് നായയുടെ കടിയേറ്റു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, എത്രത്തോളം ഗുരുതരമാണ് ഇവരുടെ പരുക്ക്? ഇവർ നാട്ടിൽ നിന്നുള്ളവരാണ്? പ്രവിധ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ കട നടത്തുന്ന ഒരാളെയും യേശു എന്ന് പറയുന്ന ഒരാളെയും അതുപോലെ തന്നെ മറ്റ് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. 3 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7ഓളം പേരെ തെരുവുനായ ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും മാട്ടുപ്പെട്ടിയിലും എക്കോ പോയിന്റിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അതിരൂക്ഷമായിരുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിരന്തരം ആളുകൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല. മുൻപ് മൂന്നാർ പഞ്ചായത്തിൽ ഉണ്ടായ ഒരു വിഷയത്തെ തുടർന്ന് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിൽ ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഒരു 200ഓളം തെരുവുനായ്ക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയെന്ന പരാതി ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ തെരുവുനായകളെ പിടിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ അത് തെരുവുനായ ശല്യം പരിഹരിക്കുന്ന ഒരു നടപടി മൂന്നാർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരുവുനായ ശല്യ ആക്രമണത്തിൽ 7ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.